എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ വൈശാഖ മാസത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വൈശാഖ മഹോത്സവം നടക്കുന്ന പുണ്യഭൂമിയുണ്ട്. അതിൻ്റെ പേര് കൊട്ടിയൂർ എന്നാണ്. ആ കൊട്ടിയൂരിൽ എപ്പോൾ മുതലാണ് ഉത്സവം ആരംഭിക്കുന്നത്? ഏത് ദിവസം വരെയാണ് ഉത്സവം നടക്കുന്നത്? ഏതേത് ദിവസങ്ങളിൽ ഏതേത് പ്രത്യേകതകളാണ് അവിടെയുള്ളത്? കൊട്ടിയൂരിൽ ഇത്തരത്തിലൊരു ഉത്സവം നടക്കാൻ കാരണമെന്താണ്? ഈ കൊട്ടിയൂരിനെ ദക്ഷിണകാശി എന്ന് വിളിക്കാൻ കാരണമെന്താണ്? സ്ത്രീകൾക്ക് അവിടെ ചില കാലഘട്ടങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണമെന്താണ്? അങ്ങനെ തുടങ്ങി അവിടെ നിന്നും കിട്ടുന്ന പ്രധാന പ്രസാദമായിട്ടുള്ള ഓടപ്പൂവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് എവിടെയാണ് തൂക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊട്ടിയൂരിൻ്റെ പ്രത്യേകതയാണ്. കൊട്ടിയൂർ എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാശി എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്. ഏതൊരു ഹിന്ദുവും ഒരു തവണയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന പുണ്യഭൂമിയാണ്. അപ്പോൾ ഈ കൊട്ടിയൂർ എന്ന് പറയുന്നതും അതേപോലെയുള്ളൊരു പുണ്യഭൂമിയാണ്. അതിന് കാരണം എന്താണ്? ദക്ഷിണ കാശി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാശിക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ 33 ദേവകളുടെയും സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ഭാഗങ്ങളിൽ പല സ്ഥലത്തും പല ക്ഷേത്രങ്ങളും നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് നേപ്പാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പശുപതിനാഥ ക്ഷേത്രം കാണാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വരാഹി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ശിവക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും, വിഷ്ണുവിൻ്റെത് കാണാൻ കഴിയും, സൂര്യൻ്റെത് കാണാൻ കഴിയും, ബൃഹസ്പതിയുടേത് കാണാൻ കഴിയും. പക്ഷെ ഈ എല്ലാ ക്ഷേത്രങ്ങളുടെയും ആരുടെ സ്ഥാനമായി സങ്കല്പിക്കുന്നത് കാശിയിലാണ്. എന്ന് വെച്ചാൽ കാശിയിൽ ഇതിൻ്റെയൊക്കെ ആരുടമായിട്ട് ക്ഷേത്രമുണ്ട് എന്നർത്ഥം. വരാഹിയുടെ ക്ഷേത്രം അവിടെയുണ്ട്. നേപ്പാളിലുള്ള പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനമായിട്ടുള്ള പശുപതിനാഥ ക്ഷേത്രം അവിടെ കാശിയിലുണ്ട്. കാരണം 10-12 തവണ കാശി കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സർവ്വദേവങ്ങളുടെയും സാന്നിധ്യമുള്ളത് കൊണ്ടാണ് കാശിക്ക് അത്രയേറെ മാഹാത്മ്യമുള്ളത്. എന്നാൽ 33 ദേവകൾ ഒരേ സമയത്ത് സാന്നിധ്യം അറിയിച്ച സ്ഥലമാണ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൊട്ടിയൂരിനെ ദക്ഷിണകാശി എന്ന് കൂടി വിളിക്കുന്നത്. അതെങ്ങനെയാണ് 33 ദേവകളും ഇവിടെ സാന്നിധ്യം അറിയിച്ചു എന്ന് പറയുന്നത്? അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയുന്നതാണ് ദക്ഷയാഗം. ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. യാഗം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, സമാജത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ദക്ഷൻ തീരുമാനിച്ചത് എന്തിനാണെന്നറിയോ? തൻ്റെ മകളുടെ ഭർത്താവിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സദസ്സിലേക്ക്, ത്രിമൂർത്തികളെല്ലാം ഉള്ള സദസ്സിലേക്ക് ഈ ദക്ഷൻ പോയപ്പോൾ ഈ ശിവഭഗവാൻ ദക്ഷനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്നൊരു തോന്നൽ. ശിവൻ ആരാണെന്നും ശിവന്റെ മഹത്വം എന്താണെന്നും ദക്ഷന് മനസ്സിലായിട്ടുണ്ടാവില്ല. ദക്ഷന്റെ ധാരണ എൻ്റെ മകളുടെ ഭർത്താവ് എന്നെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്ന ചിന്തയാണ്. 4 വയസ്സുകാരനായാലും മഹത്വമുള്ളവനാണെങ്കിൽ അവൻ്റെ കാല് നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യമാണ് സനാതന ധർമ്മത്തിനുള്ളത്. അപ്പം മഹത്വമേറെയുള്ള ആ ഭഗവാൻ ദക്ഷനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ശിവനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദക്ഷയാഗം നടത്താൻ വേണ്ടിയിട്ട് ദക്ഷൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ദക്ഷൻ യാഗം നടത്താൻ തീരുമാനിക്കുന്നത്. അതിന് ഈ ഒരു യാഗം എന്ന് പറയുമ്പോൾ അതീവ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അതിന് ശ്രേഷ്ഠമായൊരു പുണ്യഭൂമി വേണം. അങ്ങനെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യഭൂമിയെ തിരഞ്ഞപ്പോൾ ഭാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന പുണ്യഭൂമി. അപ്പോൾ ആ ഭൂമി തിരഞ്ഞെടുക്കുകയും അവിടെ വെച്ച് യാഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ യാഗത്തിന് ദക്ഷൻ സർവചരാചരങ്ങളെയും ക്ഷണിച്ചു എന്ന് പറയുന്നത്.
33 കോടി ദേവകളെയും ക്ഷണിച്ചു എന്ന് പറയുന്നത്. എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. പക്ഷെ ശിവഭഗവാനെയും വിളിച്ചില്ല, ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള പാർവതി ദേവിയെയും വിളിച്ചില്ല. ദക്ഷന്റെ മകളെയും മകളുടെ ഭർത്താവിനെയും ക്ഷണിച്ചില്ല എന്നർത്ഥം. ബാക്കി മുഴുവൻ ആൾക്കാരെയും വിളിച്ചു. എന്തിനാ? അപമാനിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഈ ശിവഭഗവാൻ ഈ ദക്ഷൻ വിളിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നും തീരുമാനിച്ചു. യാഗത്തിന് വിളിച്ചില്ലെങ്കിലും പോകാം. കാരണം മംഗളകർമ്മത്തിന് എല്ലാവരും പങ്കെടുക്കേണ്ട മംഗളകർമ്മമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്നതിൽ തെറ്റുന്നില്ല. മംഗളകർമ്മത്തിന് മാത്രമല്ല, ഒരാൾ മരിച്ചാലും ജനിച്ചാലും ഉള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ കടന്നു പോകാം. ഇവിടെ യാഗം എന്ന് പറയുന്നത് പുണ്യമായ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു പുതിയ കർമ്മമാണ്. എന്നുവെച്ചാൽ സമാജത്തിന് ഗുണകരമായ കർമ്മം ചെയ്യാണ്, സമാജത്തിന് വേണ്ടിയുള്ളത്. അതിന് ആർക്ക് വേണമെങ്കിലും കടന്നു പോകാം. പക്ഷെ ശിവഭഗവാനെ മാത്രം മാറ്റി നിർത്തിയതുകൊണ്ട് ഭഗവാൻ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകാൻ താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്നെ വിളിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവരുടെ ആ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് കരുതി ഭഗവാൻ പോകാതിരുന്നു. ഇവിടെ ബാക്കിയുള്ള സർവ്വചരാചരങ്ങളായിട്ട് അല്ലെങ്കിൽ എല്ലാ ദേവീ ദേവന്മാരും യക്ഷ ഗന്ധർവ കിന്നര അപ്സരസും എല്ലാവരും ഈ യാഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം എന്ന് പറയും. അങ്ങനെ യാഗം നടക്കുന്ന അവസരത്തിൽ പാർവതി ദേവിക്ക് വല്ലാത്തൊരു വിഷമം. അച്ഛൻ ചിലപ്പം വിളിക്കാൻ മറന്നുപോയതായിരിക്കും, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോകാം. ശിവഭഗവാൻ പറഞ്ഞു ഞാൻ പോകില്ല. കാരണം വിളിക്കാൻ മറന്നു പോകാൻ തക്ക രീതിയിലുള്ള അകൽച്ചയൊന്നും നമ്മൾ തമ്മിലില്ല. ത്രിമൂർത്തികളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ശിവഭഗവാൻ. മാത്രവുമല്ല സജ്ജനങ്ങൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരേ ഒരു ശബ്ദമാണ് ഭഗവാന്റേത്. അപ്പോൾ ആ അങ്ങനെയുള്ള ഭഗവാനെ മാറ്റി നിർത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരീക്ഷം തന്നെ ചിലപ്പം വിളിക്കാതെ വന്നുകൊണ്ട് ആക്ഷേപിക്കാൻ സാധ്യതയുണ്ടാവുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ പാർവതി ദേവി എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. പാർവതി ദേവി എൻ്റെ പേര് സതി എന്നാണ് കേട്ടോ. സതീ ദേവി എന്നുള്ളതാണ് ഞാൻ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയി. അപ്പോൾ സതീദേവി പറഞ്ഞു ഞാൻ പോകണമെന്നുണ്ട്, അങ്ങും കൂടി വരുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സതീദേവി പറഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ മാനഹാനിയുണ്ടാകും. അപ്പോൾ നിനക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. സതി പറഞ്ഞെന്താ അറിയോ? ഇല്ല, എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എനിക്കറിയാം, അവരെന്നെ ആക്ഷേപിക്കില്ല, എന്നെ അപമാനിക്കില്ല. അച്ഛൻ ഇത്രയും വലിയൊരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല എങ്കിൽ സമാജം അല്ലെങ്കിൽ സമൂഹമാണ് എന്നെയാണ് ദോഷം പറയുക. അറിഞ്ഞിട്ടെന്തുകൊണ്ട് പോയില്ല, അച്ഛൻ്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് അനുവദിക്കുമെങ്കിൽ. ഭഗവാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ തടസ്സമായി നിൽക്കുന്നില്ല, അച്ഛൻ്റെ അരികിലേക്ക് നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷെ അപമാനം ഉണ്ടാകരുത്. അപമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും കൂടി ദോഷമാണ്, അത് എനിക്കും കൂടി നാണക്കേടാണ്. അതില്ലാത്ത വിധത്തിൽ നീ കൈകാര്യം ചെയ്യണം. അപ്പോൾ അത് കേട്ടിട്ട് ശിവന്റെ അനുഗ്രഹത്തോടു കൂടി ഈ സതീദേവി നേരെ ഈ ദക്ഷയാഗം നടക്കുന്ന കൊട്ടിയൂരിൻ്റെ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. അവിടെ എത്തിയപ്പോൾ ആ പുണ്യഭൂമിയിൽ യാഗത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ദക്ഷൻ സകലതും മറന്നു സതിയെ കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ശിവനും വരുമെന്ന് കരുതിയിരുന്നു. അവരെ രണ്ടുപേരെയും അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ദക്ഷൻ ഈ യാഗം ചെയ്തത്. എന്തിനാണ് രണ്ടുപേരെയും അപമാനിക്കേണ്ടി വരുന്നത്? ശിവനല്ലേ അങ്ങനെ ചെയ്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈ വിഷയത്തെക്കുറിച്ച് സതീദേവിയോട് ദക്ഷൻ പറഞ്ഞപ്പോൾ സതീദേവി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ശിവന്റെ മാഹാത്മ്യമാണ്, ഭഗവാന്റെ മാഹാത്മ്യമാണ്. ഒരു മാഹാത്മ്യമുള്ള ഒരു സദസ്സിലേക്ക് വരുന്ന അവസരത്തിൽ ഒരു ഉദാഹരണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആര് വന്നു കഴിഞ്ഞാലും എഴുന്നേൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈശ്വരൻ വന്നാൽ പോലും എഴുന്നേൽക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അതുപോലെ ഓരോ ചടങ്ങിനും ഓരോ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കാം, സ്ത്രീകളായിരിക്കാം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചാടി നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്ന സ്ഥലത്ത് അവർ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പാടില്ല. ആര് വന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. അങ്ങനെ ചില സാഹചര്യമുണ്ട്. അതേപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശിവഭഗവാന്റെ അരികിലേക്ക് ദക്ഷൻ വരുന്നത്. എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല ആരും. അപ്പോൾ അത് സതീദേവി പറഞ്ഞപ്പോൾ ഭർത്താവിനെ ന്യായീകരിക്കുന്നു എന്ന ഭാഷ്യത്തോടു കൂടിയാണ് സതിയോട് ഈ പറയുന്ന ദക്ഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സതിയോടും എതിർപ്പുണ്ട്. അപ്പോൾ ആ സതീദേവിയെ ഇവിടെ കണ്ടപ്പോൾ ദക്ഷൻ പൊട്ടിത്തെറിച്ചു. എന്തിനാണ് നീ വിളിക്കാതെ ഇവിടെ വന്നത്?
ചുടല വസ്ത്രം ധരിച്ച് നാഗങ്ങളെ കണ്ടത്തിൽ ധരിച്ചും കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി നടക്കുന്ന ആ ചണ്ഡാളന്റെ ഭാര്യയായ നീ എന്തിനാണ് ഇവിടത്തേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ തുടങ്ങി. സതി പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് എന്താണ് തെറ്റുള്ളത്? നിന്റെ അച്ഛൻ്റെ അടുത്ത് നിനക്ക് പോകാം, പക്ഷെ ഇവിടെ ഈ സദസ്സിൽ ഞാൻ നിന്റെ അച്ഛൻ മാത്രമല്ല, ഇവിടെ ഈ യാഗത്തിന്റെ യജമാനൻ കൂടിയാണ്. ആ യജമാനന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരാളും കടന്നു വരാൻ പാടില്ല. നിനക്ക് ഉളുപ്പോ നാണോ മാനോ ഉണ്ടെങ്കിൽ നീ ഇവിടത്തേക്ക് കടന്നു വരാൻ പാടില്ലായിരുന്നു. മാത്രവുമല്ല, ചുടലയിൽ കിടന്ന് ചുടലഭസ്മം പൂശി നടക്കുന്ന ആ വിരൂപനായിട്ടുള്ള ആ ചണ്ഡാളനെ വരിച്ച നീയും അതോടുകൂടി ചണ്ഡാള സ്ത്രീയായി കഴിഞ്ഞു. അവരിവിടെ വന്നു കഴിഞ്ഞാൽ, നീ ഇവിടെ വന്നാൽ തന്നെ ഈ യാഗഭൂമിക്ക് പോലും ദോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടത്തിയപ്പോൾ സതീദേവി ആകെ മാനമില്ലാതെയായിപ്പോയി, നാണം കെട്ടുപോയി. അപ്പോൾ ഭർത്താവിൻ്റെ വാക്ക് കേട്ടു. അച്ഛനാണെങ്കിലും അദ്ദേഹത്തിന് അന്ധകാരം ബാധിച്ചിട്ടാണുള്ളത്, നിന്നെ അപമാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെയാണ് ഞാനിവിടെ വന്നത്. ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ സാധിച്ചു. അപ്പോൾ ഈ അപമാനവും സഹിച്ചുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോകും എന്നുള്ള ചിന്ത സതീദേവിക്ക് ഉള്ളുരുകാൻ തുടങ്ങി. അങ്ങനെ ആ ദക്ഷന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അങ്ങ് എന്നെ ഇവിടെ വെച്ച് അപമാനിച്ചു, എന്നെ മാത്രമല്ല എൻ്റെ ഭർത്താവിനെയും. അപ്പോൾ അതിൻ്റെതായി ഇനി ഞാൻ ഇവിടെ ജീവിച്ചിരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എൻ്റെ ഭർത്താവ് എന്നോട് പലതവണ പറഞ്ഞിരുന്നു ഇങ്ങനൊരു അപമാനം ഉണ്ടാവും, പോകരുതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെ വിശ്വസിച്ചു. ആ അച്ഛനിൽ നിന്നാണ് എനിക്ക് ഇത്തരത്തിലുള്ളൊരു അപമാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്കോ മറ്റെവിടത്തേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യാഗാഗ്നിയിൽ തന്നെ ഞാൻ വെന്തു മരിക്കാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കെ ആ പതിവ്രതാരത്നമായിട്ടുള്ള സാക്ഷാൽ സതീദേവി ആ യാഗാഗ്നിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. കത്തിയാളുന്ന അഗ്നിക്കുള്ളിൽ മറ്റൊരു ജ്വാലയായി സതീദേവി നിന്ന് ജ്വലിച്ചു എന്നർത്ഥം. വിവരം ശിവൻ അറിഞ്ഞു. സകല ദേവന്മാരും ഭയപ്പെട്ടു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ദക്ഷന് പോലും ഒരു അന്താളിപ്പുണ്ടായി. കാരണം പ്രതീക്ഷിക്കാത്തതാണ് അവിടെ നടന്നിട്ടുള്ളത്. ശിവഭഗവാൻ തൻ്റെ പ്രിയതമയെ നഷ്ടപ്പെട്ടപ്പോൾ കോപാന്തത്താൽ തൻ്റെ ജടയെടുത്ത് നിലത്തടിച്ചു എന്നാണ് പറയുന്നത്. ആ ജടയിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടായി എന്ന് പറയുന്നു. മഹാകാളിയായിട്ടുള്ള ഭദ്രകാളി രൗദ്രഭാവത്തിൽ. അങ്ങനെ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ അവർ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ യാഗാഗ്നി പൂർണ്ണമായി നശിപ്പിക്കാൻ ആജ്ഞ കൊടുക്കുകയാണ് ചെയ്തത്. ആ യാഗഭൂമി ഉഴുതുമറിക്കുവാനാണ് പറഞ്ഞത്. വീരഭദ്രനും ഭദ്രകാളിയും സർവഭൂതങ്ങളോടുകൂടി ഈ പറയുന്ന കൊട്ടിയൂരിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു, സർവ ചരാചരങ്ങളും 33 കോടി ദേവകളും അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ വീരഭദ്രനും മഹാകാളിയും സർവഭൂതങ്ങളും അവിടെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും പാദസ്പർശം അവിടെ ഏറ്റു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന അവർ ആ ഉഴുതു മറച്ചു അവിടുത്തെ യാഗഭൂമിയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്കാക്കി. എല്ലാ ദേവന്മാരും പലായനം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന യാഗത്തിന് നേതൃത്വം കൊടുക്കാമെന്ന് ഋഷിതുല്യരായ ആൾക്കാരെല്ലാം തന്നെ പേടിച്ചു വിറച്ചു. പലരുടെയും അവിടുത്തെ നേതൃത്വം കൊടുത്ത ആ യാഗത്തിന്റെ അധിപനായിട്ടുള്ള ഋഷിയായിട്ടുള്ള ഭൃഗുമുനിയുടെ താടി പിടിച്ച് പറിച്ച് ദൂരെ എറിഞ്ഞു. ദക്ഷന്റെ തല വീരഭദ്രൻ അറുത്തെടുത്തു മാത്രമല്ല, അത് കൊത്തി കഷ്ണമാക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ദക്ഷന്റെ തലയറുത്തു. യാഗാഗ്നി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. യാഗഭൂമി ഉഴുതുമറിച്ചു. അങ്ങനെ അതൊരു ശ്മശാന ഭൂമിയാക്കി മാറ്റി. ഈ അവസരത്തിൽ സാക്ഷാൽ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, രോക്ഷാകുലരായിട്ട്. ആ അഗ്നിയിൽ ബന്ധ ആ സതീദേവിയുടെ ശരീരം എടുത്തുകൊണ്ട് താണ്ഡവമാടി. ശിവതാണ്ഡവമാടിയ പുണ്യഭൂമി കൂടിയാണത്. ആ താണ്ഡവമാടിയപ്പോഴാണ് ഈ ശിവന്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു സുദർശനം ഉപയോഗിച്ച് ആ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമാക്കി പല ഭാഗത്തേക്കും തെറിപ്പിച്ചു. അതാണ് ഭാരതത്തിൻ്റെ പല ഭൂമിയുടെ തന്നെ പല ഭാഗത്ത് വീണിട്ടുള്ള ശക്തി പീഠങ്ങളായി കണക്കാക്കുന്ന 108 ദുർഗാലയങ്ങളായിട്ട് കണക്കാക്കുന്നത്. 108 സ്ഥലത്തായിട്ട് 108 കഷ്ണങ്ങളായി വീണെന്ന് പറഞ്ഞ്.
അങ്ങനെ ശിവഭഗവാന്റെ ആ കോപം ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കഥയാണ്. ഇവിടെ ഈ കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ഈ പുണ്യഭൂമിയിലാണ് 33 കോടി ദേവകളും ഭദ്രകാളിയും വീരഭദ്രനും ഭൂതഗണങ്ങളും അങ്ങനെ എല്ലാ സർവ്വചരാചരങ്ങളും മഹാവിഷ്ണുവും ശിവനും ബ്രഹ്മാവും എല്ലാവരും അണിനിരന്ന് ഒന്നിച്ച് സംഗമിച്ച ഒരു പുണ്യഭൂമി. ആ പുണ്യഭൂമിയാണ് കൊട്ടിയൂര്. അതുകൊണ്ടാണ് ഇവിടെ ദക്ഷിണകാശി എന്ന് കൂടി പറയപ്പെടുന്നത്. ഈ വൈശാഖ മാസത്തിലാണ് ഇങ്ങനെയൊരു പുണ്യകർമ്മം അവിടെ നടന്നത്. എങ്ങനെ? ഈ യാഗം നടന്നതും അവിടെ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ തെറിപ്പിക്കുന്നതും ആ ദക്ഷന്റെ തലയറുത്തതും എല്ലാ ദേവീ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടായതൊക്കെ ഈ വൈശാഖ മാസത്തിലാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇതേപോലെയുള്ള ദക്ഷന്റെ മനസ്സിലുള്ള ആൾക്കാരുണ്ട്, ഞാനടക്കമുള്ള ആൾക്കാർ. അഹങ്കാരം, ഞാനാണ് ഏറ്റവും വലുത്, എന്നെ കണ്ടിട്ട് അവർ ബഹുമാനിക്കുന്നില്ല, എന്നെ അവർ ആദരിക്കുന്നില്ല, എന്നെ അവർ ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഞാനാണ് കേമൻ, ഞാനാണ് എല്ലാത്തിനും ഉപരി എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള അദക്ഷ സ്വഭാവം ഇല്ലാതാക്കാനുള്ള ഒരു പുണ്യദിനമാണ് ഈ പറയുന്ന കൊട്ടിയൂരിൽ നടക്കുന്ന വൈശാഖോത്സവം. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കുവാനുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായി തീരുവാനുള്ള ഒരു അവസരം ആണ് ഇവിടെ. അത് സ്ത്രീയായാലും പുരുഷനായാലും ഈ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ ഈ കഥയൊന്ന് നമ്മൾ മനസ്സിലൂടെ അയവറ വെക്കണം. അവിടേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള ഭാവലി പുഴയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടുകൂടി മാത്രമേ അക്കരെ പോകാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണേണ്ടത് കൊട്ടിയൂർ എന്ന് പറയുന്നത് രണ്ടാ. ഒന്ന് ഇക്കരെ കൊട്ടിയൂരും ഒന്ന് അക്കരെ കൊട്ടിയൂരും. ഇക്കരെ കൊട്ടിയൂരിലുള്ള ശിവക്ഷേത്രത്തിൽ എപ്പോഴും നട തുറന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് ആ നടയടക്കും. പിന്നെ അവിടെയാണ് അക്കരെ കൊട്ടിയൂരാണ് എല്ലാ ചടങ്ങുകളും. അപ്പോൾ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ബാവലിപ്പുഴയുടെ ഇരുഭാഗത്താണ്. അപ്പോൾ ഈ ബാവലിപ്പുഴയുടെ അക്കരയിൽ പണ്ട് കാലങ്ങളിൽ പുഴയിലൂടെ ഇറങ്ങി നടക്കും. ഇപ്പൊ പാലം വന്നിട്ടുണ്ട്. ഈ പുഴയിലും മുങ്ങിക്കുളിച്ച് ഈറനോടുകൂടി മാത്രമേ അക്കരെ പോകാൻ പാടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില ആൾക്കാർ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരും വാർദ്ധക്യ പീഡതയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ശുദ്ധി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്. തെറ്റില്ല. അപ്പോൾ അക്കരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന സംഭവമുണ്ട്. എന്താണെന്നറിയോ? അവിടെ ഒരു തരത്തിലുള്ള നിർമ്മിതിയുമില്ല, സ്ഥിരമായിട്ടുള്ള നിർമ്മിതിയില്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാണില്ല, ഓട് ഭാഗികതും കാണില്ല, സ്ഥിരമായിട്ട് ഒരു നിർമ്മിതികളുമില്ല അവിടെ. എന്തിനേറെ അവിടെയുള്ള ശിവലിംഗം പോലും സ്വയംഭൂവായി വന്നിട്ടുള്ളതാണ്. അവിടെയുള്ള ക്ഷേത്രം താൽക്കാലിക ക്ഷേത്രമാണ്. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പൊളിച്ചു നീക്കും. അതൊക്കെ തന്നെ പഴയ പാരമ്പര്യം അനുസരിച്ചുള്ള ഓല കൊണ്ടും അതുപോലെ തന്നെ മുളങ്കൊമ്പുകളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന മുഴുവൻ ആൾക്കാരും ജലാശയം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ പ്രദക്ഷിണം വെക്കണം. വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പ്രദക്ഷിണം വെക്കുക. വെള്ളത്തിൽ കൊടും വനത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല ക്ഷേത്രങ്ങളും, പണ്ടുള്ള ക്ഷേത്രങ്ങൾ ഒരുവിധെല്ലാം കൊടും വനത്തിനുള്ളിലായിരുന്നു. പക്ഷെ എല്ലാം തന്നെ വനം വെട്ടി നശിപ്പിച്ച് കോൺക്രീറ്റ് വനമാക്കിയപ്പോൾ ഇന്നും അതിൻ്റെ പവിത്രത അതേപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് കൊട്ടിയൂർ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി വേണം വരാൻ. മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ മുൻകൂട്ടി നമ്മൾ ഒരു ആഴ്ചയെങ്കിലും വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ഇല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും ശുദ്ധിയോടുകൂടി ധ്യാന ജപത്തോടുകൂടി ശിവപഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് വേണം ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കേവലം 28 ദിവസമാണ് ആഘോഷം നടക്കുന്നത്. 28 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ജാതി മതഭേദങ്ങൾക്കനുസരിച്ച് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ഇവിടെ. കാരണം ഈ പുണ്യഭൂമിയിൽ എല്ലാ വിഭാഗം ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജാതിക്കാർക്കും ഇവിടെ ഓരോ തരത്തിലുള്ള, ജാതി എന്ന് പറയുന്നില്ല, എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ ചടങ്ങുകളുണ്ട് എന്നർത്ഥം. ഇടവമാസത്തിലെ ചോതി നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത്. എന്നിട്ടോ
മിഥുനത്തിലെ ചിത്തിര നാളാവുമ്പോൾ സമാപിക്കും എന്നർത്ഥം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും രണ്ട് സ്ഥലത്തും വളരെ പ്രാധാന്യമുണ്ട്. ഈ അവസരത്തിൽ ഇക്കരെ കൊട്ടിയൂരിലും ആൾക്കാർ പുറമേ നിന്ന് തൊഴാറുണ്ട്. പക്ഷെ ആ ഭഗവത് ചൈതന്യവും അപ്പുറമാണ് ഉള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർ പോലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദക്ഷിണകാശി എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിലെ ആ കൊട്ടിയൂരിലെ ഓരോ ദിവസത്തെയും ചടങ്ങുകൾ ഞാനിവിടെ വായിക്കാം, ഞാനിവിടെ എഴുതിയിടാം. അപ്പോൾ ഈ എഴുതിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ഉചിതമെന്ന് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് ആ ഭൂമിയിലേക്ക് പോകാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാനമായ ഒരു ചടങ്ങാണ് പ്രാക്കുളം എന്ന് പറയുന്നത്. ആ പ്രാക്കുളം എന്ന് പറയുന്നത് മെയ് മാസം 12-ാം തീയതി, ഈ വർഷത്തതാണ് പറയുന്നത്, മെയ് മാസം 12-ാം തീയതി തുടങ്ങി. കാരണം ഇത് എപ്പോഴാണ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ചടങ്ങാണ്. അതൊക്കെ നമ്മളെ ബാധിക്കുന്നതല്ല, ഭക്തന്മാരെ ബാധിക്കുന്നതല്ല എന്നർത്ഥം. എന്നാൽ ശരിക്കും ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്നത് എന്ന് പറയുന്നത് ജൂൺ മാസം 2-ാം തീയതിയാണ്, ഇടവമാസം 19-ാം തീയതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ജൂൺ മാസം 2-ാം തീയതി നീരെഴുത്ത് അല്ലെങ്കിൽ നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ചടങ്ങാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു പ്രാധാന്യമുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ജൂൺ മാസം 8-ാം തീയതി, ഇടവമാസം 25-ാം തീയതി നെയ്യാട്ടം എന്ന് പറയുന്ന ദിവസം. ഈ ജൂൺ 8 കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ജൂൺ 9-ാം തീയതി ഈ പറയുന്ന സ്ഥലത്തേക്ക് ഭണ്ണാരം എഴുന്നള്ളത്തുണ്ട്. അതിനും പ്രാധാന്യമേറെയുണ്ട്. പിന്നെയുള്ളത് ജൂൺ 15-നാണ്. ജൂൺ 15-ാം തീയതി മിഥുനമാസം 1-ാം തീയതിയാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്ന തിരുവോണം ആരാധന എന്ന് പറയുന്ന ആഘോഷം. ആ തിരുവോണ നാളിലെ ആരാധനയ്ക്ക് ജനലക്ഷങ്ങളാണ് സാക്ഷികളാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജൂൺ 15 കഴിഞ്ഞാൽ ജൂൺ 17-ാം തീയതി മിഥുനമാസം 3-ാം തീയതി ഇളനീർ വെപ്പ്. ജൂൺ 18-ാം തീയതി 17-ന്റെ തൊട്ട് പിറ്റേ ദിവസം ഇളനീരാട്ടാണ്. അന്ന് അഷ്ടമി ആരാധന കൂടിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്നും നിരവധി ഭക്തജനങ്ങൾ ഇവിടത്തേക്ക് ഒഴുകിയെത്തും. ജൂൺ 20-ാം തീയതിയാണ് രേവതി ആരാധന. ഈ പറയുന്ന ഓരോ ദിവസങ്ങളിലും ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ചില ആൾക്കാർ എല്ലാ ദിവസത്തെയും ആഘോഷങ്ങൾ കാണാൻ വേണ്ടി അവിടെ നിൽക്കാറുണ്ട്. പലരും അവിടെ എത്തിച്ചേരാൻ വേണ്ടി പലരും ആഗ്രഹിക്കാറുമുണ്ട് എന്നർത്ഥം. ജൂൺ 24-നാണ് രോഹിണി ആരാധന. അതിനു മുമ്പ് രേവതി ആരാധന ഞാൻ പറഞ്ഞു. ജൂൺ 26-ന് തിരുവാതിര ചതുശതം എന്ന് പറയുന്നത്. പിന്നെയോ ജൂൺ 27-ന് പുണർദം ചതുശതം. ജൂൺ 28-ന് ആയില്യം ചതുശതം. ജൂൺ 30-ന് മകം, കലം വരവ്, കലപൂജ എന്നിവ നടക്കുന്നു. ജൂലൈ 3-നാണ് അത്തം ചതുശതം, അതുപോലെ തന്നെ കലശപൂജ, വാളാട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജൂലൈ 4-ന് തൃക്കലശാട്ടോടുകൂടി സമാപനം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ദിവസം. കാരണം അത്രയേറെ പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വർഷം 2025-ലുള്ള 9-ാം തീയതി മുതൽ എന്ന് വെച്ചാൽ ജൂൺ 9-ാം തീയതി മുതലാണ് സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നത്. എന്നുവെച്ചാൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് ആയതിനു ശേഷം സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 30-ാം തീയതി എന്ന് വെച്ചാൽ ജൂൺ 30-ാം തീയതി മകം കലം വരവ് എന്ന് പറഞ്ഞല്ലോ. ആ മകം കലം വരുന്ന ഉച്ചപൂജ ശിവേലിക്ക് ശേഷം പിന്നെ സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്നുവെച്ചാൽ മകം നാള് ഉച്ച വരെ അന്ന് ശിവേലി ഇതോടുകൂടി സ്ത്രീകളെല്ലാം അവിടുന്ന് വിട്ടുപോകണം. ഇതാണ് അവിടെ വരുന്ന ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. 2025-ലെ കാര്യമാണ്. ഇനി 2026 ആയാലും മകംകലം വരുന്നത് ദിവസമുണ്ടല്ലോ, മകന്നാള്, ആ ദിവസം ഉച്ചവരെ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ
നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട വസ്തുവാണ് ഓടപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓടപ്പൂവ് നമ്മൾ നിർബന്ധമായി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അത് ഈ ഒരു അവസരത്തിൽ നിരവധി ആൾക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. കാരണം എത്രയോ ആൾക്കാരുടെ തൊഴിലാണ് ഈ ഒരു അവസരത്തിലാണ് ചില വനവാസികൾക്കൊക്കെ ചില ജീവിതത്തിൽ ഒരു വർഷത്തേക്കുള്ള എന്തെങ്കിലും ഒരു വരുമാനം അവർക്ക് കിട്ടുന്നത്. ഓട വനത്തിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് അത് ചതച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു പ്രത്യേക രീതിയിൽ ആക്കിയെടുക്കുന്ന നല്ല താടി രോമം പോലെയുള്ള ഒരു വസ്തുവാണ് ഓടപ്പൂവ് എന്ന് പറയുന്നത്. ഭൃഗുമഹർഷിയുടെ താടിയാണെന്നും ദക്ഷന്റെ താടിയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നത്? വീടിന്റെ മുൻഭാഗത്ത് നമ്മളത് കെട്ടി വെക്കും. എന്താണെന്നറിയോ? അത് ദക്ഷനായാലും ഭൃഗു ആയാലും അവിടെ ചെയ്തത് ഏറ്റവും വലിയൊരു ദോഷമാണ്. ദക്ഷൻ ഭഗവാനെ ധിക്കരിച്ചുകൊണ്ട്, ശ്രേഷ്ഠന്മാരെ ധിക്കരിച്ചുകൊണ്ട് ചെയ്ത ചടങ്ങാണത്. ശിവഭഗവാനെ ക്ഷണിച്ചില്ല എന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ ഭൃഗു അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് തെറ്റി. അപ്പോൾ ഇത്തരത്തിൽ ദുഷ്ടശക്തികൾക്കുള്ള ഒരു പാഠമാണ് ഇവരുടെ ഈ താടിയുടെ ചിഹ്നം. അവർ തെറ്റ് ചെയ്തതിന് അവർക്ക് ലഭിച്ച ശിക്ഷ. അപ്പൊ അത്തരത്തിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ദുഷ്ടശക്തികൾക്ക്, ആ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വസ്തു നമ്മളെ വീടിന് മുന്നിൽ തൂക്കുന്നത്. അതിൽ വാസ്തുദോഷമാകാം, ഗുളിക ദോഷമാകാം, ശനിയുടെയോ രാഹുവിൻ്റെയോ ദോഷമുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ വീടിന്റെ മുന്നിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതെയാക്കും, അതിനെ നമ്മളിൽ നിന്നും രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ ഓടപ്പൂവ് വീടിന്റെ മുന്നിൽ തൂക്കുമ്പോഴുണ്ടാകും. അപ്പോൾ വീടിന് മുന്നിൽ എല്ലാവരും കാണത്തക്ക വിധത്തിലാണ് ഇത് ചെയ്യേണ്ടത് എന്നർത്ഥം. ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, അക്കരെ കൊട്ടിയൂര് എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മാറക്കൽത്തറ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെയാണ് യാഗം നടന്ന യാഗാഗ്നി ഉണ്ടായ സ്ഥലമെന്ന് പറയുന്നു. ഈ യാഗാഗ്നിക്ക് ഉണ്ടായ അമ്മാറത്തറക്ക് ചുറ്റുമാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വൈശാഖ മഹോത്സവം കൊട്ടിയൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വർഷം 23-ാം തീയതി തിങ്കളാഴ്ച കൊട്ടിയൂരിൽ ഉണ്ടാകും. അന്നത്തെ ദിവസം ഉച്ച ഒരു 2 മണി വരെയെങ്കിലും, അല്ലെങ്കിൽ ഒരു മണി വരെയെങ്കിലും ഞാൻ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകും. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഏകദേശം 1 മണിക്കൂറേ ഞാൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏതായാലും എല്ലാവരെയും ഈ വൈശാഖ മഹോത്സവം ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരട്ടെ, ഐശ്വര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.